18 പുരാണങ്ങളിലും പരാമർശിച്ചിട്ടുള്ള ഏക ക്ഷേത്രം ബദരി നാരായണ ക്ഷേത്രം. ഭാരതത്തിൻ്റെ ഭരദേവതാ സ്ഥാനങ്ങളായ ചതുർധാമുകളിലൊന്നാണ് ബദരീനാഥ ക്ഷേത്രം. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരീനാഥ് എന്നിവയാണ് ആ 4 ധാമുകൾ. ധാം എന്നാൽ പുണ്യസ്ഥലമെന്നർത്ഥം. ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരാശിയെ സഹായിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങണമെന്ന് ഗംഗാദേവിയോട് ഭഗീരഥൻ പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ നിപതനത്തിൻ്റെ ആഘാതം താങ്ങാൻ ഭൂമിക്ക് കഴിയില്ലെന്നതിനാൽ ഗംഗ 12 പോഷക നദികളായി പിരിഞ്ഞാണ് ഭൂമിയിലേക്ക് ഒഴുകിയതത്രേ. അളകനന്ദ അതിലൊന്നാണ്. അളകനന്ദയുടെ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്നും 10,244 അടി ഉയരത്തിലാണ് ബദരീനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 5 അരുവികൾ ഒത്തുചേരുന്നതാണ് അളകനന്ദ. സരസ്വതി, നന്ദ, ഋഷിഗംഗ, കാഞ്ചനഗംഗ, വസുധാര എന്നിവയാണ് അവ. ബദ്രി എന്നത് പ്രദേശത്ത് സമൃദ്ധമായി വളരുന്ന ഭക്ഷ്യയോഗ്യമായ കായുള്ള ഇന്ത്യൻ ജുജൂബ് മരത്തിൻ്റെ സംസ്കൃത നാമമാണ്. ഇന്ത്യൻ പ്ലം എന്നും ചൈനീസ് ആപ്പിൾ എന്നുമൊക്കെ അതിന് പേരുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യരാണ് ബദരീനാഥ് ക്ഷേത്രം പുനഃസ്ഥാപിച്ചത്. മുമ്പൊക്കെ ഇവിടം ബദരികാശ്രമം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പൂജാവിധികൾ ചിട്ടപ്പെടുത്തിയതും കേരളത്തിൽ നിന്നുള്ള പൂജാരിമാരെ ഇവിടെ നിയോഗിച്ചതും അദ്ദേഹം തന്നെയാണ്. അന്നു മുതൽ അവിടുത്തെ പ്രധാന പൂജാരികൾ നമ്മുടെ കേരളത്തിലെ കണ്ണൂർ സ്വദേശികളാണ്. കഴിഞ്ഞ 11 വർഷമായി ഈ ക്ഷേത്രത്തിലെ റാവൽജി എന്നറിയപ്പെടുന്ന മുഖ്യ പൂജാരി കണ്ണൂരുകാരനാണെങ്കിലും ചങ്ങനാശ്ശേരിക്കടുത്ത് നെടുങ്കുന്നത്ത് പൂജ ചെയ്ത് താമസിച്ചു വന്ന ഈശ്വരപ്രസാദ് നമ്പൂതിരിയാണ്. ഇത്രയും ദീർഘകാലം ക്ഷേത്രത്തിൻ്റെ റാവൽജി ആയിരുന്നവർ അപൂർവമാണ്. ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ റാവൽജി സ്ഥാനം ത്യജിച്ച് തൻ്റെ മാതാവിൻ്റെ പരിചരണത്തിനായി കേരളത്തിലേക്ക് മടങ്ങുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശ്രീശങ്കരനും തൻ്റെ അമ്മയുടെ അവസാന കാലത്ത് അമ്മയോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയാണ് സന്യാസം സ്വീകരിച്ച് ഭാരതം മുഴുവൻ സഞ്ചരിച്ചത്. വർഷത്തിൽ 6 മാസം മാത്രമാണ് ബദരീനാഥിൽ മനുഷ്യർക്ക് പൂജ നടത്താൻ കഴിയുന്നത്. അടുത്ത 6 മാസം, അതായത് മഞ്ഞുകാലത്ത്, ദേവന്മാരാണ് അവിടെ പൂജിക്കുന്നത് എന്നാണ് സങ്കല്പം. അളകനന്ദയ്ക്കും ക്ഷേത്രത്തിനും ഇടയിൽ വരുന്ന തപ്തകുണ്ടെന്ന ഏത് തണുപ്പിലും 45 ഡിഗ്രിയിൽ ജലം ലഭിക്കുന്ന ഒരു ചൂട് നീരുറവയുണ്ട്. ഇതിലെ ജലം ഔഷധ ഗുണമുള്ളതാണെന്നും രോഗസംഹാരിയാണെന്നും ഭക്തർ കരുതുന്നു. ഈ നീരുറവ ഇവിടെ ഉണ്ടായതുകൊണ്ടായിരിക്കാം അമ്പലം സ്ഥാപിക്കാൻ ഇടയായത്. ഐതിഹ്യമനുസരിച്ച് ആദിശങ്കരൻ അളകനന്ദ നദിയിലെ സാളഗ്രാമ ശില കൊണ്ട് നിർമ്മിച്ച ഭഗവാൻ ബദരീ നാരായണൻ്റെ ഒരു ശില്പം തപ്തകുണ്ട് ചുടു നീരുറവകൾക്ക് സമീപമുള്ള ഒരു ഗുഹയിൽ പ്രതിഷ്ഠിച്ചത്രേ. 16-ാം നൂറ്റാണ്ടിൽ ഗർവാൾ രാജാവാണ് ഇന്നത്തെ രീതിയിൽ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠയെ അവിടേക്ക് മാറ്റിയത്. ബദരീനാഥ ക്ഷേത്രത്തിന് 50 അടി ഉയരമുണ്ട്. മുകളിൽ ഒരു ചെറിയ ഗോപുരവും അതിൽ താഴികക്കുടങ്ങളുമുണ്ട്. മുൻഭാഗത്തുള്ള കമാനാകൃതിയുള്ള ജാലകങ്ങളും തിളങ്ങുന്ന ചായം പൂശിയ മുൻഭാഗവും ഒരു ബുദ്ധവിഹാരത്തോടാണ് സാമ്യം തോന്നിക്കുന്നത്. അതിനുള്ളിൽ മണ്ഡപമുണ്ട്. പ്രവേശന കവാടത്തിലെ തൂണുകളിൽ അലങ്കാര പുഷ്പ ചിത്രവേലകളും വിഷ്ണുവിൻ്റെ 10 പ്രധാന അവതാരങ്ങളുമുണ്ട്. കൂടാതെ ഗരുഡനും ദ്വാരപാലകരും ഗണപതിയും ഹനുമാനും ഒക്കെയുണ്ട്. ബദരീ നാരായണ പ്രതിഷ്ഠ വർണ്ണ വസ്ത്രങ്ങളും ആഭരണങ്ങളും പൂക്കളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ബദരീനാഥ ക്ഷേത്രത്തിന് മുമ്പിൽ അളകനന്ദയിൽ കണ്ട ഒരു പാറ വായ തുറന്നു പിടിച്ച ഒരു മുതലയുടെ രൂപമായിട്ടാണ് തോന്നിയത്. അത് കണ്ടപ്പോൾ ശങ്കരാചാര്യരെ പിടിച്ച മുതലയുടെ കഥയാണ് ഓർമ്മ വന്നത്. ബദരീനാഥിലെ ക്ഷേത്രം ഉൾപ്പെടെ എല്ലാം ശൈത്യകാലത്ത് മഞ്ഞിനാൽ മൂടപ്പെടുകയും പ്രവേശനം അസാധ്യമാവുകയും ചെയ്യും. ശൈത്യകാലത്ത് ബദരീനാഥിലെ പ്രധാന ക്ഷേത്രം അടച്ചിടുമ്പോൾ ബദരീനാഥിലെ പുരോഹിതന്മാർ ജോഷിമഠിലെ നരസിംഹ ക്ഷേത്രത്തിൽ ഇവിടുത്തെ ഉത്സവ ദേവതകളെ കൊണ്ടുപോയി അവിടെ ബദരീനാഥിനെ ആരാധിക്കുന്നത് തുടരുന്നു. അതിനാൽ ഈ നരസിംഹ ക്ഷേത്രത്തിന് യോഗബദ്രി എന്നും പേരുണ്ട്. ഈ ക്ഷേത്രവും ശങ്കരാചാര്യർ തന്നെ സ്ഥാപിച്ചതായി കരുതുന്നു. നരസിംഹ വിഗ്രഹത്തോടൊപ്പം ബദരീനാഥൻ്റെ വിഗ്രഹവും ക്ഷേത്രത്തിലുണ്ട്. വീണ്ടും ബദരിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമ്പോൾ, അതായത് ഹിമാവരണം മാറിക്കഴിയുമ്പോൾ, വിഗ്രഹങ്ങൾ ബദരീനാഥിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്യും. ബദരീനാഥൻ്റെ ശൈത്യകാല വസതിയായ ജോഷിമഠിലെ ഈ നരസിംഹ ക്ഷേത്രത്തിന് സമീപത്താണ്
ശങ്കരാചാര്യരാൽ സ്ഥാപിക്കപ്പെട്ട ജ്യോതിർമഠം എന്ന ശ്രീ ശങ്കരമഠം. ഈ മഠത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലുള്ള 2000-ലധികം വർഷം പഴക്കമുള്ള മൾബറി മരത്തിൻ്റെ ചുവട്ടിൽ ശ്രീ ശങ്കരാചാര്യർ തപസ്സിരുന്നിട്ടുണ്ടത്രേ. അതുകൊണ്ട് ഇതിനെ അമർ കൽപ്പവൃക്ഷം എന്നാണ് വിളിക്കുന്നത്. ജോഷിമഠിൽ പോകുന്നവർ ഈ ജ്യോതിർമഠം എന്ന ശങ്കരമഠവും കൽപ്പവൃക്ഷവും സന്ദർശിക്കാതിരുന്നാൽ അതൊരു വലിയ നഷ്ടമായി. 18 പുരാണങ്ങളിലും പരാമർശിച്ചിട്ടുള്ള ഏക ക്ഷേത്രം ബദരികാശ്രമം മാത്രമാണ്. ബദരീനാഥനെ കൂടാതെ ചുറ്റുമുള്ള പ്രദേശങ്ങളും മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. പാണ്ഡവർ പടിഞ്ഞാറൻ ഗർവാളിലെ സ്വർഗാരോഹിണി എന്നറിയപ്പെടുന്ന ഒരു കൊടുമുടിയുടെ ചരിവിലൂടെ സ്വർഗത്തിലേക്ക് കയറിയതായി പരാമർശിക്കപ്പെടുന്നുണ്ട്. സ്വർഗത്തിലേക്ക് പോകുന്നതിന് പാണ്ഡവർ ബദരികാശ്രമത്തിലൂടെയും ബദരീനാഥിൽ നിന്ന് 4 കിലോമീറ്റർ വടക്കുള്ള മാന ഗ്രാമത്തിലൂടെയും കടന്നുപോയി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശരിക്കും ഇതുവഴി സഞ്ചരിക്കുമ്പോൾ അത് സ്വർഗത്തിലേക്കുള്ള പാതയാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തി ഇല്ല എന്ന് മനസ്സിലാവും. അത്രയ്ക്കും മനോഹരമാണ് ആ പ്രദേശങ്ങൾ. സിംപ്ലി ഹെവൻ എന്നാണ് ഉത്തരാഖണ്ഡ് സർക്കാർ തങ്ങളുടെ ഈ ദൈവീക ഭൂമിയെ വിശേഷിപ്പിക്കുന്നത്. മഹാപ്രസ്ഥാനത്തിൽ പാണ്ഡവർ സ്വർഗാരോഹണത്തിനായി ഈ വഴിയെ പോകുമ്പോൾ യുധിഷ്ഠിരൻ്റെ പുറകിലായി നടന്നു വന്ന തൻ്റെ സഹോദരങ്ങളും പാഞ്ചാലിയും വീണു മരിച്ചിട്ടും അദ്ദേഹത്തോടൊപ്പം ഒരു നായ അവസാനം വരെ സഞ്ചരിച്ചതായി പറയുന്നുണ്ട്. ഈ യാത്രയിൽ ഞാനും ആ പാതയിലൂടെ സഞ്ചരിച്ചു. അപ്പോൾ മഹാഭാരതത്തിലെ മഹാപ്രസ്ഥാനത്തെ ഓർമ്മിപ്പിക്കും വിധം ഒരു നായ എൻ്റെയും കൂടെ കൂടി. യുധിഷ്ഠിരനെ പരീക്ഷിക്കാനായി യമധർമ്മൻ നായയുടെ രൂപത്തിൽ കൂടെ കൂടിയതുപോലെ എൻ്റെ ഒപ്പവും യമധർമ്മൻ കൂടിയിട്ടുണ്ടോ എന്ന് ശരിക്കും സംശയിക്കുന്ന വിധത്തിലായിരുന്നു തുടർന്നുള്ള ചില സംഭവ വികാസങ്ങൾ. അതിലൊന്ന്, ഞാൻ എത്തുന്നതിന് തൊട്ടു മുമ്പ് ജോഷിമഠിനടുത്ത് വലിയ മലയും പാറകളുമൊക്കെ ഭീകരമായ രീതിയിൽ ഇടിഞ്ഞു വീണ് റോഡ് പൂർണ്ണമായും തകർന്നതാണ്. അതിനെ തുടർന്ന് 5 ദിവസമാണ് ഞാൻ ജോഷിമഠിൽ കുടുങ്ങിപ്പോയത്. ഈ കാലാവസ്ഥയിൽ ഹിമാലയത്തിലെ പാതകളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇതൊക്കെ പതിവാണ്. അവിടെ ജീവിക്കുന്നവരാകട്ടെ ഇതൊക്കെ എന്ത് എന്ന മട്ടിലാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. നിരന്തരം തകരുന്ന ഹിമാലയത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ ബ്രോ എന്ന് വിളിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡൽഹിയിലെത്തിയാൽ ബദരീനാഥിൽ പോകുന്നതിന് ഹരിദ്വാർ, ഋഷികേശ്, ഡെറാഡൂൺ എന്നിവിടങ്ങളിലേക്ക് ധാരാളം ട്രെയിനുകളും ബസ്സുകളും ഉണ്ട്. ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്ക് 239 കിലോമീറ്ററും ഹരിദ്വാറിലേക്ക് 214 കിലോമീറ്ററും ദൂരമുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്ന് തുടർന്നുള്ള യാത്രയ്ക്ക് ബസ്, ടാക്സി ഒക്കെ കിട്ടുമെങ്കിലും പർവ്വത ചെരുവുകളിലൂടെയുള്ള പാതകളായതിനാൽ യാത്ര അല്പം ബുദ്ധിമുട്ടാണ്. റോഡിന് അപകട സാധ്യത ധാരാളമുണ്ട് താനും. ഡെറാഡൂണിൽ നിന്ന് ബദരീനാഥിലേക്കുള്ള 323 കിലോമീറ്റർ ദൂരം ശരിക്കും കഷ്ടപ്പെട്ട യാത്ര തന്നെയാണ്. എന്നാൽ കേദാർനാഥിലൊക്കെ പോകുന്നതിന് കാൽനടയായി കുറേ സഞ്ചരിക്കാനുണ്ട്. ബദരീനാഥിന് ആ പ്രശ്നമില്ല. ക്ഷേത്രത്തിനടുത്തുവരെ വാഹനങ്ങളെത്തും. അതുകൊണ്ട് പ്രായഭേദമന്യേയും ഭക്തർക്ക് എത്തപ്പെടാൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ് ബദരീനാഥ്. ആയിരക്കണക്കിന് വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു മഹാജ്ഞാനിയും സന്യാസിയുമായ ഒരു ചെറുപ്പക്കാരൻ അദ്വൈതം പ്രചരിപ്പിച്ച് ദിഗ്വിജയം നടത്തി സർവജ്ഞപീഠം കയറുകയും ഹിമവാന്റെ ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ കേരളക്കരയിലെ പൂജാ സമ്പ്രദായങ്ങളും കേരളീയരായ പൂജാരികളെയുമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു മഹാക്ഷേത്രം സ്ഥാപിച്ചത് കാണാൻ പോകുമ്പോൾ ഒരു ഭക്തനല്ലെങ്കിൽ പോലും ഒരു മലയാളി എന്ന നിലയ്ക്ക് വല്ലാത്തൊരു ആത്മഹർഷമാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക. നന്ദി.